തൻ്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയവരോട് ക്ഷമിക്കുകയും പിന്നീട് വൈദികനാകുകയും ചെയ്ത ഫാദർ പെറോ മെലനോസെവിച്ചിൻ്റെ ജീവിതം ആരുടെയും കണ്ണു നനയിക്കുന്നതാണ്. ലിയോ 14 പാപ്പയുടെ 2026 ലോകസമാധാനത്തിൻ്റെ സന്ദേശം വായിച്ചപ്പോഴാണ് ഫാദർ പെറോയുടെ ജീവിതകഥയെപ്പറ്റി സമൂഹമാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചത്. 1993 ബോൺസിയൻ യുദ്ധത്തിനിടെ മുസ്ലിം സൈനികർ നടത്തിയ ആക്രമണത്തിൽ ഫാദർ പെറോയുടെ പിതാവും അടുത്ത ബന്ധുക്കളും ക്രൂരമായി കൊല്ലപ്പെട്ടു. അന്ന് വെറും 7 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പെറോയ്ക്ക് തൻ്റെ ബാല്യകാലം മുഴുവൻ യുദ്ധത്തിൻ്റെ ഭീകരതകൾക്കിടയിൽ ചെലവഴിക്കേണ്ടി വന്നു. കൊലപാതകങ്ങൾക്ക് ശേഷം പെറോയെയും കുടുംബത്തെയും 7 മാസത്തോളം ഒരു തടങ്കൽ പാളയത്തിൽ അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ തടവിലിട്ടു. കഠിനമായ പട്ടിണിയും തണുപ്പും നിറഞ്ഞ തടങ്കലിൽ തൻ്റെ അമ്മ പകർന്നു നൽകിയ വിശ്വാസവും ജപമാല പ്രാർത്ഥനയുമാണ് തങ്ങളെ കാത്തതെന്ന് അദ്ദേഹം പറയുന്നു. സ്വന്തം കുടുംബത്തിന് രക്തം ചിന്തിയവരോട് പക പുലർത്തുന്നതിനു പകരം ദൈവികമായ ഇടപെടലിലൂടെ ക്ഷമിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഈ ആത്മീയ പരിവർത്തനമാണ് അദ്ദേഹത്തെ വൈദിക പട്ടത്തിലേക്ക് നയിച്ചത്. 2012 അദ്ദേഹം വൈദികനായി അഭിഷിക്തനായത്. വർഷങ്ങൾക്കു ശേഷം തന്നെ തടവിലിട്ടിരുന്ന തടങ്കൽ പാളയം അദ്ദേഹം സന്ദർശിച്ചിരുന്നു. പീഡനങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാൻ കുമ്പസാരക്കൂട്ടിലെ അനുഭവങ്ങളും തന്നെ ഏറെ സഹായിച്ചതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. തിന്മയെ നന്മ കൊണ്ടുവേണം ജയിക്കാൻ, ആയുധങ്ങൾ കൊണ്ടല്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ വൈദികൻ ലോകത്തിന് നൽകുന്നത്. തൻ്റെ കുടുംബത്തെ തകർത്തവരോട് ക്രിസ്തീയ സ്നേഹത്തോടെ ക്ഷമിച്ച ഫാദർ പെറോയുടെ ജീവിതം ഇന്ന് ലോകമെമ്പാടുമുള്ളവർക്ക് വലിയൊരു പ്രചോദനമാണ്.